കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കണ്ടിജന്റ് തൊഴിലാളികൾക്കുള്ള യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ നഗരസഭയുടെ ശുചീകരണ മേഖലയിൽ കാൽ നൂറ്റാണ്ടിലേറെയായി സേവനമനുഷ്ഠിച്ച് പടിയിറങ്ങുന്ന വനിതാ ശുചീകരണ വിഭാഗം ജീവനക്കാരായ S. മാജിദ ബീവി, K. വത്സല തുടങ്ങിയവരെ യോഗത്തിൽ ആദരിച്ചു. നഗരസഭാ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ചെയർമാനും CPM ഏരിയ സെക്രട്ടറിയുമായ M. പ്രദീപ് നിർവഹിച്ചു. സേവനം പൂർത്തിയാക്കി രണ്ടുപേർ കൂടി എന്നീ നഗരസഭയിൽ നിന്ന് വിരമിക്കുകയാണ്. സർവീസിൽ കഴിയാൻ വിരമിക്കുക എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു ചടങ്ങാണ്. എൻ്റെ മുന്നിലിരിക്കുന്നവർ നാളെ ഇവിടെ വന്നിരിക്കുകയും ഈ ആദരവ് ഏറ്റുവാങ്ങേണ്ടവരുണ്ട്. ഇന്ന് ഞാൻ മാറുന്നി എന്ന് പറയുന്നത് പോലെ നിങ്ങളെയും കാത്തിരിക്കുന്ന ഒരവസരമുണ്ട്. ആർക്കും മാറ്റിവെക്കാനോ നീട്ടിവെക്കാനോ പറ്റും. ചിലപ്പോൾ സർക്കാരിന് ഏതെങ്കിലും ഒരവസരത്തിൽ ഒരു നയപരമായ തീരുമാനമെടുക്കുമ്പോൾ 1 വർഷമോ 2 വർഷമോ കൂട്ടിക്കുന്ന ആ ആനുകൂല്യം കൂടി നമുക്ക് ലഭിച്ചാലും എന്നായാലും വിരമിച്ചാലേ മതിയാണ്. ഈ നഗരസഭയിൽ നിന്നും വിരമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടുകൂടി അവർക്ക് നാട്ടിലെ ജനങ്ങളോടൊപ്പം ചേരാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം പോകാൻ വേണ്ടി കഴിയും. കാരണം മറ്റാരും ചെയ്യാത്ത കർത്തവ്യവും അതുപോലെ സേവനവുമാണ് ഈ നഗരസഭയിലെ ജീവനക്കാർ. കണ്ടിജന്റ് ജീവനക്കാർ മാത്രമല്ല, റബ്ബർ ജീവനക്കാരായാലും ഉൾപ്പെടെ ഇവിടെ ജോലി നോക്കിയിരുന്ന ഗസറ്റർ വിഭാഗത്തിൽപ്പെടുന്ന ഓഫീസർമാർ ഉൾപ്പെടെ ഉള്ളവർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഞാൻ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മുഹൂർത്തങ്ങളെല്ലാം കാരണമായി മാറിയത് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരും തൊഴിലാളികളും. അതിനേക്കാളെല്ലാം ഉപരിയായി ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയ ത്യാഗപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. നാടിനാകെ, ഈ സംസ്ഥാനത്തിനാകെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയവരാണ്. 2 പ്രതിസന്ധികളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് കോവിഡ് കാലഘട്ടവും മറ്റൊന്ന് പ്രളയ കാലഘട്ടം. ആ പ്രളയ കാലഘട്ടം നമുക്കറിയാം. നിങ്ങളെല്ലാവരും അധികം പണിയെടുക്കേണ്ടി വന്നവരാണ്. സമയവും സന്ദർഭവും നോക്കാതെ സാഹചര്യത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ കഴിയും. അതിനേക്കാളെല്ലാമാണ് കോവിഡ് കാലഘട്ടം, ഭീതിപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ഈ റോഡും അതുപോലെ സർക്കാർ ഓഫീസുകളും എല്ലാ കടകമ്പുകളും ഉൾപ്പെടെ സ്തംഭനാവസ്ഥയിലായ ഒരു സന്ദർഭത്തിൽ ആ കോവിഡ് ബാധിച്ചവരെ സംരക്ഷിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും ഒക്കെ രാപകൽ വ്യത്യാസമില്ലാതെ അന്ന് പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഉദാഹരണങ്ങളിലേക്ക് പോയാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് നല്ലൊരു പങ്കുവച്ചവരാണ് കണ്ടിജന്റ് വിഭാഗം ജീവനക്കാർ. ദേശീയപാത വികസനം ഉൾപ്പെടെ നഗരത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിൽ കഴിഞ്ഞ കൗൺസിലിന്റെ അമരക്കാരനായിരുന്ന M. പ്രദീപിനെ സംഘടന ജില്ലാ പ്രസിഡന്റ് ചന്തു ആദരിച്ചു. നഗരത്തെ തുടർച്ചയായ പുരസ്കാരങ്ങൾ നേടുന്നതിൽ പ്രാപ്തരാക്കുക മാത്രമല്ല, പ്രളയം, കോവിഡ് തുടങ്ങിയ കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലും നഗരസഭയുടെ നട്ടെല്ലായി പ്രവർത്തിച്ചവരായിരുന്നു കണ്ടിജന്റ് തൊഴിലാളികളെന്നും ഉദ്ഘാടകൻ കൂട്ടിച്ചേർത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CJ രാജേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി S. ശശികുമാർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ G. തുളസീധരൻ പിള്ള, CITU ഏരിയ പ്രസിഡന്റ് M. മുരളി, NGO യൂണിയൻ ജില്ലാ കൗൺസിൽ അംഗം S. വിനോദ് കുമാർ, കണ്ടിജന്റ് പെൻഷനേഴ്സ് യൂണിയൻ പ്രതിനിധി രാജാമണി തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിരമിച്ചവർക്ക് പെൻഷൻ യൂണിയനിലേക്കുള്ള അംഗത്വവും വിതരണം ചെയ്തു. കൂടാതെ സദസ്സ് ഒന്നടങ്കം കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ട ശേഷമാണ് പിരിഞ്ഞത്. നിങ്ങളോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് സമ്മതിച്ചുണ്ടായിരുന്നു, നിങ്ങളെ സഹായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും എന്നോട് സഹായിക്കണം. ഈ 30-ാം തീയതി എൻ്റെ വീട്ടിൽ ചെറിയ മനുഷ്യൻ വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും വരണം, പങ്കെടുക്കണം, സന്തോഷത്തോടെ ഞങ്ങളെ കൊണ്ടാക്കണം.
30 പഠിച്ചതായതുകൊണ്ട് അവന് ചെറിയൊരു സ്വീകരണം വീട്ടിൽ വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും സഹായിക്കുമെന്ന് അന്വേഷിക്കുന്നു. യൂണിറ്റ് സെക്രട്ടറി എസ് അമ്പിളി യോഗത്തിന് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആറ്റിങ്ങൽ.